അമേരിക്കയുടെ യഥാർത്ഥ പ്രശ്നം വർണ്ണവെറിയാണ്, വംശീയ വെറുപ്പ്. ഡൊണാൾഡ് ട്രംപ് ഒരു വെള്ളക്കാരനാണ്, ഒപ്പം ഒരു വർണ്ണവെറിയൻ എന്നുകൂടി പറയാം. മൈ ഫ്രണ്ട് എന്ന് മോദി ട്രംപിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഇന്ത്യക്കാരുടെ നിറത്തിനോടും സൗന്ദര്യത്തിനോടും ട്രംപിനും കൂട്ടർക്കും അല്ലെങ്കിൽ പൊതുവെ അമേരിക്കക്കാർക്ക് കുറച്ചു കൂടുതൽ പുച്ഛം തന്നെയുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് നിറത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വംശീയ അധിക്ഷേപം അനുഭവിക്കേണ്ടി വരുന്ന വെല്ലുവിളികൾ, വിഷമതകളൊക്കെ ഏറെയാണ്. പ്രത്യേകിച്ച് വംശീയ വിഷം തലയ്ക്കകത്ത് കൂടുകൂട്ടിയിരിക്കുന്ന ട്രംപിനെ സംബന്ധിച്ച് ഇന്ത്യ എന്നല്ല, നിറം കുറഞ്ഞ രാജ്യക്കാരോടൊക്കെ ഒരു പ്രത്യേക രീതി തന്നെയാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നിന്നും US-ന് അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് ഇന്ത്യക്കാരെ അംഗീകരിച്ചേ പറ്റൂ എന്ന നിലയിൽ ഒരു നിർബന്ധപൂർവം അല്ലെങ്കിൽ ഒരു നിർബന്ധം എത്തിക്കുന്നത് ഇന്ത്യക്കാരുടെ ബുദ്ധിയാണ്. അമേരിക്കക്കാർക്ക് ഇന്ത്യക്കാരുടെ ബുദ്ധിയോടൊപ്പം പിടിച്ചു നിൽക്കുക സാധ്യമല്ല. അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട തലയാണ് നമ്മുടെ ഇന്ത്യക്കാരുടേതെന്ന് പറയാം. അമേരിക്കയുടെ പല വികസന സ്വപ്നങ്ങളുടെയും അല്ലെങ്കിൽ പല വികസിത പദ്ധതികളുടെയും പിന്നിൽ ഇന്ത്യക്കാരുടെ ഒരു കൈ ഉണ്ട് എന്നുള്ളതാണ് വൈപ്പ്. ഇന്ത്യൻ വംശജർ ലോകത്തിൽ തന്നെ ഏറ്റവും അതീവ ബുദ്ധിശാലികളും വിജയികളുമായാണ് പലരും പറയപ്പെടുന്നത്. ഈ ഇടക്കാലത്ത് കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയിട്ട് ഇന്ത്യക്കാരെ ട്രംപ് നാട് കടത്തിയത് രാജ്യത്തിലെ കുടിയേറ്റ വ്യവസ്ഥകളിലുള്ള തീരുമാനം എന്ന് പറയുമ്പോഴും സത്യത്തിൽ ആയിരങ്ങൾ മാത്രം ചിലവാക്കേണ്ടിടത്ത് ലക്ഷങ്ങൾ ചിലവാക്കി ഒരു ബിസിനസ്മാനായ ട്രംപ് ഇന്ത്യൻ പൗരന്മാരെ കൊടും കുറ്റവാളികളെ പോലെ കൊണ്ടുവിട്ടത് നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോടായാലും ആരോടായാലും എന്തും ചെയ്യുമെന്നുള്ളൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. അപ്പം വർണ്ണവെറിയും വംശീയതയും അനുഭവിക്കുന്ന ട്രംപിന്റെ മനസ്സിൽ സത്യത്തിൽ ഒരു പരിഹാസത്തിന്റെ ഒരു മാനസിക സുഖം മാത്രമാണത്. ഇതുവരെ ഒരുപക്ഷെ രാജ്യത്തിന്റെ രീതികളോടുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോടുള്ള ആദരവ് പുലർത്തി നമ്മുടെ ട്രേഡുമായി ബന്ധപ്പെട്ട ഒരു നയത്തിന്റെയൊക്കെ ഭാഗമായി ഇന്ത്യ ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ മോദി കലിപ്പിലാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ത്യ കലിപ്പിലാണെന്ന് പറയാം. അതായത് ഇനിയും 400-ലധികം പേരെ അമേരിക്കൻ സൈനികരുടെ ചങ്ങലയണിയിച്ച് ഇവിടെ എത്തിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പിന് വലിയ അമർഷം പറഞ്ഞിരിക്കുക തന്നെയാണ് മോദി. അതായത് ഇനി ഇന്ത്യയിലേക്ക് ആരൊക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതിനുള്ള വ്യക്തമായ വിവരങ്ങൾ ആദ്യം നൽകണമെന്നാണ് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം പകുതി പേരുടെ മാത്രം വിവരങ്ങളൊക്കെ ട്രംപ് ഭരണകൂടം അമേരിക്ക നൽകിയിരുന്നു. പക്ഷെ അതല്ല, ഇനി എത്ര പേർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, അവരുടെ മുഴുവൻ വിവരങ്ങളുമാണ് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യക്കാരോട് കാണിക്കുന്നത് വർണ്ണവെറി അല്ലെങ്കിൽ വംശീയ അധിക്ഷേപം എന്ന് പറയുന്നത്? ട്രംപിന്റെ വരവോടുകൂടി ഉണ്ടായ ചില സംഭവങ്ങൾ കൂടെയുണ്ട്. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഡോഡ്ജ് എന്ന അമേരിക്കയുടെ സ്ഥാപനത്തിലെ 2 പേരുടെ രാജിവെക്കലും അതിൽ ഒരാളെ മാത്രം തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിയെ കുറിച്ച്. മലയാളികൾക്ക് പോലും അഭിമാനമാണ്, ഒരു ഇന്ത്യൻ വംശജനാണൊപ്പം മലയാളിയുമായി ബന്ധപ്പെട്ട ഒരു പാരമ്പര്യം കൂടെയുണ്ട്. നൈപുണ്യ വികസന വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ, അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതല വഹിക്കാൻ ട്രംപ് ഭരണകൂടം തിരഞ്ഞെടുത്ത 2 പേരാണ് ഇലോൺ മസ്കും ഇദ്ദേഹം റിപ്പബ്ലിക് പാർട്ടി അംഗമായ വിവേക് രാമസ്വാമിയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ചില വിവാദ പരാമർശങ്ങൾ കാരണം വിവേക് രാമസ്വാമിക്ക് ഈ ഡോഡ്ജിൽ നിന്നും പുറത്താകേണ്ടി വരുന്നു, അല്ലെങ്കിൽ രാജിവെക്കേണ്ടി വരുന്നു, പുറത്താക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഇതേ കുറ്റത്തിന് മറ്റൊരു വ്യക്തി, അയാളുടെ പേര് മാർക്കോ എലീസ് എന്നാണ്, അദ്ദേഹം പുറത്താക്കപ്പെടുന്നുണ്ട്. ഇതേ സ്ഥാപനത്തിൽ നിന്ന് ഒരേ കാലഘട്ടത്തിൽ 2 പേർ ഈ ഡോഡ്ജിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. എന്നാൽ നിലവിൽ ഡോഡ്ജിലേക്ക് ഈ മാർക്കോ എലീസിനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായാണ് മസ്ക് രംഗത്ത് വന്നത്. മനുഷ്യനായാൽ തെറ്റുകൾ സംഭവിക്കും, ദൈവികമാണ് ക്ഷമ എന്നുള്ള തരത്തിലൊക്കെ എക്സിൽ പ്രസ്താവന നടത്തി വോട്ടെടുപ്പിലൂടെ വൻ പിന്തുണ ലഭിച്ചതിനെ തുടർന്നാണ് മാർക്കോ എലീസിനെ ഈ മസ്ക് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യക്കാർക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തിയ എന്ന കുറ്റമാണ് ഈ മാർക്ക് എലീസ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നു. എന്നാൽ ഇതേ കുറ്റം തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മറ്റു കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയായ ഇന്ത്യക്കാരനായ വ്യക്തിക്ക് മാപ്പില്ല എന്നുള്ളതാണ്, തിരിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് പലരും ചർച്ച ചെയ്യുന്നത് ഇന്ത്യക്കാരോടുള്ള ഒരു വംശീയ വെറുപ്പ് അല്ലെങ്കിൽ ഒരു റാഷിസം അവിടെ വർക്കൗട്ട് ആവുന്നു എന്നുള്ളതാണ്. എന്തായാലും അമേരിക്കയ്ക്ക് ഇന്ത്യയോട് മത്സരിച്ചാൽ തോറ്റുപോകാനേ തരമുള്ളൂ എന്നതാണ് സത്യം. തീർച്ചയായും ലോകത്തിലെ നമ്പർ 1 ശക്തിയൊക്കെ തന്നെയാണ് അമേരിക്ക. പക്ഷെ അമേരിക്ക ഇന്ത്യയെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് പോരടിക്കാവുന്ന ഒരു എതിരാളി അല്ല എന്നുള്ളതാണ്. ഇന്ത്യ
വിചാരിച്ചാൽ ലോകശക്തികളുടെ തലയിൽ നിന്നും അമേരിക്കയെ തള്ളി താഴെയിടാൻ പോലും ഇന്ത്യക്ക് കഴിയും. ഡോളറിന്റെ മൂല്യം പോലും കുറയ്ക്കാനുള്ള ഒരു കെൽപ്പ് ഇന്ത്യക്കുണ്ട്. ബ്രിക്സ് പോലുള്ള ഒരു സംഘടന, അത് ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ അവർ ഒന്ന് ഒരുമിച്ച് നിന്നാൽ മാത്രം മതി അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താം എന്നുള്ളതാണ്. അതായത് ബ്രിക്സിൽ അംഗമാണ് ഇന്ത്യ, പക്ഷേ ഇന്ത്യ ബ്രിക്സിലെ വലിയ ആക്റ്റീവ് അല്ല. US-നെ വെറുപ്പിക്കാതെ നമ്മുടെ ഒരു ട്രേഡ് താല്പര്യങ്ങൾക്കൊക്കെ വിധേയമായി തന്നെ US-ഉമായി വലിയ നയത്തിൽ പോകുന്നൊരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ലോകത്തിലെ തന്നെ ഏകദേശം പകുതിയോളം ജനങ്ങൾ അടങ്ങുന്ന ഒരു സംഘടനയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഈ ബ്രിക്സിൽ ഇന്ത്യയുടേതായിട്ടുള്ളൊരു സ്ഥാനം ഉറപ്പിച്ച് അല്ലെങ്കിൽ ആക്റ്റീവായാൽ സംഭവിക്കുന്ന ഒരു പക്ഷേ ഡോളറുമായി ബന്ധപ്പെട്ട കാര്യം പോലും താഴേക്ക്, ഡോളറിന്റെ വില തന്നെ താഴേക്ക്, മൂല്യം തന്നെ താഴേക്ക് കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയും. മാത്രമല്ല പല തരത്തിലുള്ള ഇടപെടലുകൾ ലോകത്താകമാനം നടത്താനുള്ള ഒരു വലിയ ശക്തിയായി ഇന്ത്യയും അല്ലെങ്കിൽ ഈ ബ്രിക്സ് രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിന്നാൽ വളരാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് അമേരിക്ക കൂടുതൽ അവരുടെ സങ്കീർണതകളിലേക്ക്, അത് ഇന്ത്യയുമായുള്ളൊരു നയം വ്യക്തിപരമായി അല്ലെങ്കിൽ ട്രംപിനെ പോലെയുള്ള ഒരു ബിസിനസ്മാൻ അമേരിക്കയുടെ തന്നെ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ വന്നു കഴിഞ്ഞതാണ്. ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോഴാണ് ഇന്ത്യക്കെതിരെയുള്ള ഒരു പരോക്ഷമായെങ്കിലും ഒക്കെയുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ ഇന്ത്യ അപമാനിക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് ട്രംപ് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനി അങ്ങോട്ട് ഇന്ത്യയുമായുള്ള ഒരു സൗഹൃദ അന്തരീക്ഷം ഒരുപക്ഷെ കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ കുറയാനുള്ള സാധ്യത പോലും ട്രംപിന്റെ ഈ നീക്കങ്ങൾ കൊണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ട്രംപിന് അല്ലെങ്കിൽ US-ന് ഒരിക്കലും വെറുപ്പിക്കാൻ കഴിയില്ല. പിടിച്ചു കൂടെ നിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ സത്യം.